അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പ്രത്യേകം ഈ വീഡിയോ വീണ്ടും ഇടാൻ കാരണം ഇന്ന് മുമ്പ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ സമയത്ത് ഇതിന് ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു കേട്ടോ. വീഡിയോ കണ്ട ഒരാൾ എന്നോട് കമൻറ്റിൽ അറിയിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് വീഡിയോക്ക് ക്ലിയർ ഇല്ല എന്നുള്ള ഒരു കാര്യം. അപ്പം ഞാൻ വേഗം ചാനലിൽ കയറി വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം നമ്മളെ വീഡിയോക്ക് ക്ലിയർ ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് സമയം കൊണ്ട് ക്ലിയർ ഇല്ലാതെ ആയിപ്പോയി. പിന്നീട് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ആ വീഡിയോ കണ്ട എല്ലാ ആളുകളോടും ഞാൻ പ്രത്യേകം മാപ്പ് ചോദിക്കണം. അതുപോലെ എന്നെ അറിയിച്ച ആളോട് ഞാൻ നന്ദിയും കൂടി അറിയിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആളുകളോട് ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഈ റിയോ പ്ലാനിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിന് വീണ്ടും ഇതൊന്നും കൂടി നിങ്ങൾക്ക് ആവർത്തിച്ച് ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് ഒന്നും കൂടി തിരിച്ചിട്ട് തരണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അധികം കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അപ്പം ഇത് അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ തൈ നട്ട് വേര് വന്നതിൻ്റെ ശേഷം നമുക്ക് ആ തൂമ്പ് അങ്ങോട്ട് നുള്ളി എടുത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നുള്ളി എടുത്ത് കൊടുത്താൽ വേഗത്തിൽ അതിൻ്റെ ചുറ്റുഭാഗം തൈകൾ വന്നിട്ട് നമുക്ക് വേഗത്തിൽ ആ പ്ലാന്റിനെ നമുക്ക് ബുഷിയാക്കി വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം ഇതിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിനെയാണ് നമുക്ക് കുറച്ചൊരു കെയറിങ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ നാടൻ വെറൈറ്റിക്ക് യാതൊരു കെയറിങ്ങും ആവശ്യമില്ല കേട്ടോ. അത് നല്ല രീതിയിൽ നമുക്ക് ബുഷിയായിട്ട് വേഗത്തിൽ വളർത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഇലൻ്റെ അടിഭാഗമൊക്കെ അതുപോലെ നല്ലൊരു പർപ്പിൾ കളറായിട്ടാണ് കേട്ടോ അതൊക്കെ കാണപ്പെടുന്നത്. അതിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ ചെടിക്ക് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചെടീൻ്റെ അടിഭാഗത്താണെങ്കിലും ഇതുപോലെ തന്നെ പർപ്പിൾ കളറാണ്. മുകൾ ഭാഗത്താണ് വെള്ള ഗ്രീനും ഷെയ്ഡായിട്ടൊക്കെ നമുക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അധികമായിട്ട് നമ്മൾ ഓവർ വാട്ടറിങ്ങും വേണ്ട. അതേപോലെ തന്നെ വാട്ടറിങ് കുറയാനും പാടില്ല കേട്ടോ. വാട്ടറിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിവശത്തുള്ള ഇലകളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ ഇലേൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് അത് വെള്ളം നിൽക്കണ പോലെ അതിൻ്റെ നീരിങ്ങനെ നിൽക്കണ പോലുള്ളൊരു ഇലയാണ് കേട്ടോ. അപ്പം ഇനി നമുക്കതിൻ്റെ പോട്ടി മിശ്രിത മണ്ണ് മണല് ചാണകപ്പൊടി മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കതിനെ പോട്ടിങ് ചെയ്യാനായിട്ട് മറ്റൊരു പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മറ്റൊരു പ്ലാന്റിനെ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്നാണ് ഞാൻ എപ്പോഴും പ്ലാന്റുകൾ എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ ചെടി ബുഷിയായിട്ട് നിൽക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മെല്ലെ അങ്ങോട്ട് നമ്മളൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു പ്ലാന്റിനെ അങ്ങോട്ട് അടർത്തിയെടുക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അടർത്തി എടുത്തതിൻ്റെ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണ നമ്മളെ പോട്ടി മിശ്രിതം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് മെല്ലെ ചെടീനെ അങ്ങോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഴി ഇങ്ങനെ മെല്ലെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെടീനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതങ്ങോട്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം അത്യാവശ്യം ഒന്ന് ഷെയ്ഡിൽ വെക്കുക. വേര് വന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ചൊക്കെ സൺലൈറ്റ് കിട്ടണ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. ഒരുപാട് അങ്ങോട്ട് സൺലൈറ്റും കിട്ടരുത് വേണ്ട കേട്ടോ. അത് ഹൈബ്രിഡ് ഇനത്തിനാണെങ്കിൽ അത്രയ്ക്ക് സൺലൈറ്റ് പാടില്ല. നാടൻ വെറൈറ്റി കുറച്ചൊക്കെ സൺലൈറ്റിൽ പിടിച്ച് നിൽക്കും കേട്ടോ. പിന്നെ മഴയത്തൊന്നും വലിയ പ്രോബ്ലം ഒന്നും ഞാൻ ഈ ചെടിക്ക് കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. ഇനി സൂര്യപ്രകാശം ഒട്ടും ഇല്ല എങ്കിലും ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും കേട്ടോ. അപ്പം കളറുകൾക്കൊക്കെ കുറച്ചൊരു വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ രീതി പറഞ്ഞാൽ ഇത്രയും വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും തന്നെ വേഗത്തിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്കിതിൻ്റെ വാട്ടറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം വാട്ടറിൽ സെറ്റ് ചെയ്യാനും ഇത് യാതൊരു പണിയില്ല. അതുപോലെ മെല്ലെ കിട്ടുക അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് 2 തൈകൾ എടുക്കാം. നമുക്ക് ആവശ്യാനുസരണം എത്ര എണ്ണമാണോ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആകെ 2 തൈ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് വേണ്ടവർ ഒരുപാട് എടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇതിനൊന്ന് വേഗത്തിൽ അതിൻ്റെ അടിവശത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് അത്യാവശ്യം അതിനെ സെറ്റ് ചെയ്താൽ അത് അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കുന്നുള്ള രീതിയിലുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു ഫ്രൂട്ടി ബോട്ടിൽ കട്ട് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അത് അത്ര ഒരു ഭംഗി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ വേഗം മറ്റൊരു ഐസ്ക്രീം ബോട്ടിലേക്കാണ് മാറ്റിയത്. പക്ഷേ ഐസ്ക്രീം ബോട്ടിൽ വളരെ സക്സസ്സായി. അത്യാവശ്യം വിടർന്ന് നിൽക്കണ അതിൻ്റെ ആ മുഖഭാഗമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതുപോലത്തെ ഐസ്ക്രീം ബോട്ടിൽസും അതുപോലെ തന്നെ നമ്മളെ പോക്കോണിൻ്റെ ബോട്ടിലുകളും ഒക്കെ നമുക്ക് ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഉപകരിക്കും കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ പോക്കോണിലും അതുപോലെ ഇതുപോലത്തെ ഐസ്ക്രീം ബോട്ടിൽസിലൊക്കെ ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിരിക്കണ്. അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തന്നിട്ട് വേഗം പോവാം. അപ്പം ഇത് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിലോഡെൻഡ്രം പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ടിങ്സ് എടുത്തുകൊണ്ട് ഇതുപോലെ വെള്ളത്തിൽ സെറ്റ് ചെയ്താൽ ഇതുപോലെ നല്ല രീതിയിൽ വേര് വരും കേട്ടോ. അതിന് യാതൊരു വളവും കാര്യങ്ങളൊന്നും ഈ വാട്ടറിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇതൊക്കെ നല്ലവണ്ണം നമുക്ക് നല്ല ഭംഗിയിൽ വാട്ടറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ
അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കേട്ടോ. അപ്പം ഇതിന് തന്നെ നല്ലപോലെ വേര് വന്നിക്കണം കേട്ടോ. വാട്ടറിലിട്ടെന്ന് വിചാരിച്ചിട്ട് യാതൊരു ചീലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഭംഗിയോടെ തന്നെ അത് നിൽക്കുന്നത്. നല്ലപോലെ വേരുകളും അതിന് കിളുത്ത് വന്നിക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ക്ലാസ്സിൽ, നമ്മൾ സാധാരണ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്തതായിട്ട് നമ്മളെ ഫിലോഡൻഡ്ര മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഇത് തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. പക്ഷെ അതിന് നല്ല പോലെ അപ്പം ലീഫും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നല്ല ലീഫും വന്നതുപോലെ തന്നെ ലീഫിനേക്കാളും കൂടുതൽ വേരുകളാണ് കേട്ടോ ഇതിന് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇനി ഇതുപോലുള്ള പോക്കോൺ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ബോട്ടിലുകളൊക്കെ നമ്മൾ എല്ലാവരും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. കാരണം നമുക്ക് യാതൊരു ബോട്ടിൽ ആർട്ടുകളും ചെയ്യാതെ നല്ല ഭംഗിയോടെ നമുക്ക് വാട്ടർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും അസ്സലാമു അലൈക്കും.